എത്രയാന്നൊക്കെ പറഞ്ഞാലുവേ നമ്മൾ ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ നമുക്ക് ഭയങ്കര ക്ഷീണമാണേ. അതിനിപ്പോൾ നമ്മൾ എത്ര ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ആ ക്ഷീണം മറത്തില്ല. അപ്പം എനിക്ക് മാത്രമാണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. അപ്പം ഞാൻ ഇതിനിടയ്ക്ക് എണീറ്റ് ഒന്ന് ചായയൊക്കെ കുടിച്ചായിരുന്നു. അപ്പോൾ ചായ അല്ല, ഇതിനിടയ്ക്ക് ഞാൻ എണീറ്റിട്ട് എന്തോ കഴിച്ചു. എന്താ കഴിച്ചേ? മോമോസ് കഴിച്ചു. എന്നിട്ട് ഇപ്പം ഞാൻ എന്താ ചായ ഇടാൻ പോകുന്നു. ഇപ്പോൾ മണി 4:30. ഞാൻ ചായ ഇടുമ്പോഴേ ഇത് മാതിരി എന്താ ഇഞ്ചിയും ഏലക്കയും പിന്നെ പട്ടയും അതൊക്കെ ഇട്ടിട്ടാണ് ചായ ഇടൽ. അതിപ്പോൾ ഇടയ്ക്ക് തുടങ്ങിയൊരു ശീലമാണ്. മുന്നേ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം, അതായത് ഞാൻ കാനഡയിൽ എത്തിയതിന് ശേഷം കൂടുതൽ കോഫിയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് വീട് മാറിയായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഇൻമേറ്റ്സൊക്കെ എന്താ പഞ്ചാബീസും ഗുജറാത്തീസും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരുടെ ചായക്കൊക്കെ ഭയങ്കര മണമാണ്. അങ്ങനെ അവരുടെ തേയില ഒരു സ്പെഷ്യൽ തേയിലയാണ്. അപ്പോൾ അവരിടുന്ന കണ്ടിട്ടുണ്ട് ഞാനിതൊക്കെ. അങ്ങനെയാണ് ഞാനും ഇത് കുടിച്ചു തുടങ്ങിയത്. പക്ഷെ ഇപ്പോൾ ഇതിനൊരു അഡിക്റ്റഡ് ആണ്. സാധനം കൊള്ളാം. പിന്നെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വന്ന ഉടനെ കിടന്ന് ഉറങ്ങാൻ തോന്നും. ഉറങ്ങി എണീറ്റാലും ക്ഷീണം മാറില്ല. പിന്നെ നൈറ്റ് പോലെ കണ്ടിന്യൂസ് ഉറക്കം കിട്ടില്ല. ഒരു 3 അവറോ 4 അവറൊക്കെ ഉറങ്ങി എണീക്കുക, ഇടയ്ക്ക് എണീക്കും, കഴിക്കും, വീണ്ടും കിടക്കും. അങ്ങനെയൊക്കെയാണ്. പക്ഷേ കറൻ്റ്ലി കുഞ്ഞിനെ നോക്കാനൊക്കെ ഉള്ളൊരു ടൈം നോക്കുമ്പോൾ നൈറ്റ് നല്ലതാണ്. നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ ഡേയിലോട്ട് മാറണം. ഈ നൈറ്റ് കുറേ നാൾ ഡേ എടുത്തിട്ട് പിന്നെ നമ്മൾ പെട്ടെന്നൊരു നൈറ്റിലോട്ട് ഷിഫ്റ്റ് മാറുമ്പോഴേ നമ്മുടെ ബോഡിക്ക് അതൊന്ന് അഡ്ജസ്റ്റായി വരാൻ ടൈം എടുക്കും. ആ ഒരു 1 വീക്ക് ഭയങ്കര പാടാണ്. മീൻസ് നമുക്ക് വേറെ എന്തോ ഒരു അസുഖം വന്നാൽ മാതിരിയൊക്കെ ഉള്ളൊരു ക്ഷീണം തോന്നും. ഇപ്പോൾ ഓക്കെയാണ്. എന്നാലും ചില ദിവസങ്ങളിൽ വർക്ക് ലോഡ് കൂടുതലാണെങ്കിൽ അതിൻ്റേതായ ക്ഷീണം ഉണ്ടാവും. ഞാൻ ഇതുമാതിരി വൈറ്റ് പഞ്ചസാരയാണ് മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ദാ ബ്രൗൺ ഷുഗറാക്കി. നമ്മൾ ചായ തിളയ്ക്കാനായിട്ടുണ്ട് കേട്ടോ. നോക്കാം, ചായ ചേർക്കാം. അപ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്താ ഓസ്മോസ് ഷവർമ. അവിടെ ചിക്കൻ ഓൺ ദ റോക്സിൻ്റെ സ്കോർഷൻ ഹോട്ടാണിത്. ഇത്രയും എരിവ് ഇവിടെ ആരെങ്കിലും കഴിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് എരിവ് വേണം. അപ്പോൾ ഇതെന്തായാലും കുഞ്ഞിന് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഏട്ടന് മേടിക്കുന്നതിനെ ഇങ്ങനെ ആക്കും, സൈഡാക്കും. എന്താ നമ്മുടെ സോസ്. എന്നിട്ട് പ്ലെയിനായിട്ട് റൈസ് മേടിക്കും. കണ്ടോ, മറ്റേ എരിവും അതും ഇതും കൂടെ കാണിക്കാമെന്ന്. രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് നോക്കിയേ. ഇത്ര എരിവ് വ്യത്യാസമുണ്ട്. അതിലൊട്ടും എരിവില്ല. ഇത് എക്സ്ട്രീം ലെവൽ ഹോട്ടാണ് ഇവിടുത്തെ. അപ്പം ഞാൻ കഴിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഇത് ഫുള്ളും കഴിക്കത്തൊന്നുമില്ല. ഇതിൻ്റെ ഒരു പകുതി കഴിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ നൈറ്റൊന്നും കഴിക്കില്ല. നേരെ ഡ്യൂട്ടിക്ക് പോകലാണ്. നൈറ്റ് ചായ കുടിച്ചിട്ട് ഡ്യൂട്ടിക്ക് പോവും. പിന്നെ എന്താ രാവിലെ വന്നിട്ട് ഒരു ഷേക്ക് അടിച്ച് കുടിക്കും, പിന്നെ കിടന്നുറങ്ങും. അതാണ് എൻ്റെ റുട്ടീൻ. ഇത്ര എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് വരാം. ബൈ ബൈ.